السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل إلينا القرآن العظيم نورا وهدى للعالمين، ونشهد أن لا إله إلا الله، ونشهد أن سيدنا محمدا خاتم المرسلين صلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. ذلك الكتاب لا ريب فيه هدى للمتقين. ബഹുമാന്യരായ സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ നായകത്വം വഹിക്കുന്ന സാരഥികളെ, സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഈ നാട്ടിലെ ദീനി സ്നേഹികളായ താല്പര്യപൂർവ്വം ഈ സദസ്സിൻ്റെ മഹത്വം മനസ്സിലാക്കി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർ, എല്ലാവരിലും അള്ളാഹു നന്മയും ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഏറെ ജീവിതത്തിൽ നാം ഏവരും കൊതിക്കുന്ന വലിയ സന്തോഷമുള്ള, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത, പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളുടെ മനസ്സിനകത്തുണ്ടാകുന്ന ഒരുപാട് വ്യതകൾ, ഉത്കണ്ഠകൾക്ക് പരിഹാരമാകുന്ന, നീണ്ട 3 വർഷത്തിലേറെ ഈ ഒരു ഗ്രന്ഥത്തിനെ ഹിഫ്ള് ചെയ്യാൻ വേണ്ടി ആ മക്കൾ എടുത്തിരിക്കുന്ന എത്ര വലിയ ത്യാഗസന്നദ്ധത. അൽഹംദുലില്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും വജസാകുമുല്ലാഹു ഖൈറ. പടച്ച റബ്ബ് എന്നേക്കുമായി നിലനിർത്തുകയും ഇതിൻ്റെ പേരിൽ നാളെ അല്ലാഹുവിൻ്റെ വിശാലമായ സ്വർഗ്ഗലോകത്ത് അതിമഹത്തായ സ്ഥാനവും അല്ലാഹു നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ, അതിൻ്റെ പഠനം, അതിൻ്റെ ചിന്തകൾ, അത് പ്രവർത്തിക്കൽ എത്ര വലിയ ഒരു കർമ്മമായിട്ടാണ് ഇസ്ലാം കണ്ടത് എന്ന് ഇനിയും ചിന്തിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ കേവലം ഒരു കുട്ടി ഒരുപാട് ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ഹിഫ്ള് ചെയ്യുക എന്നതിൻ്റെ കേവല ചടങ്ങ് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാവരുത്. ഈ ഗ്രന്ഥം നമ്മളെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ഈ സദസ്സിലിരിക്കുന്ന ഉമ്മയും ഉപ്പയും കുടുംബങ്ങളും നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ചില കാര്യങ്ങളാണ്. അതിലേറെ പ്രാധാന്യത്തോടെ അള്ളാഹുവിന്റെ കലാമിനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞിരിക്കുന്ന വാക്ക് ഒരു തെറ്റും അബദ്ധവും സംഭവിക്കാത്ത അമൂല്യ നിധിയാണ് ഈ ഗ്രന്ഥം. കോടിക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു നാട്ടിൽ തെറ്റുപറ്റാത്ത, ന്യൂനതയില്ലാത്ത ഗ്രന്ഥമാണ് ഇതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ലാ യഅതീഹിൽ ബാതിലു
മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫി തൻസീലും മിൻ ഹകീമിൻ ഹമീദ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഫുസ്സിലത്തിന്റെ 42ാമത്തെ ആയത്ത്, അതിന്റെ മുന്നിലൂടെയോ അതിന്റെ പിന്നിലൂടെയോ ഇതിനകത്തേക്ക് ഒരു ബാത്തിലായ നിരർത്ഥകമായ ഒരു വാക്കും കടന്നു വരൂല. ഇത് ഹകീമായ ഹമീദായ അല്ലാഹ് അവതരിപ്പിച്ചു തന്ന ഗ്രന്ഥമാണ്. ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. രണ്ടാം അധ്യായം അൽ ബഖറയിലെ 1-2 മുതലുള്ള ആയത്തുകൾ. ഒരു സംശയം വേണ്ട, ഈ ഗ്രന്ഥത്തിന്റെ കാര്യത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു ഊഹം പോലും ആവശ്യമില്ല. ഇത് സത്യത്തിന്റെ വെളിച്ചമാണ്, ഹുദയാണ്, സന്മാർഗ വഴി കാണിക്കുന്ന ഗ്രന്ഥമാണ്, മുത്തഖീങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗമാണ് ഈ ഖുർആൻ. അങ്ങനെ വിശുദ്ധ ഖുർആൻ എടുത്തുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഭാരതന്മാരായ ഉലമാക്കന്മാർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ എന്തുകൊണ്ട് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കണം? ഭാരതന്മാരായ ഉലമാക്കന്മാര് പറയാണ്, അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഖൗലുണ്ട്. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സമയത്ത് ഏറെ വിഷമത്തോടെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണ് താങ്കൾ ഇത്ര വിഷമിക്കുന്നത്? അദ്ദേഹം പറയാണ്, എന്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങൾ കടന്നുപോയി. ഒന്നാമത്തെ ഘട്ടം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരു മോശക്കാരനായി ഞാൻ ജീവിച്ചവനായിരുന്നു. അന്ന് ഞാൻ മരിച്ചിട്ടില്ല. അന്നെങ്ങാനും ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ എന്റെ ജീവിതത്തിലെ ഘട്ടം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഇസ്ലാം ഉൾക്കൊണ്ടൊരു കാലഘട്ടമായിരുന്നു. അന്ന് ഞാൻ അറിഞ്ഞു പഠിച്ചു മനസ്സിലാക്കി തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നും ഞാൻ മരിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ ഒരുപാട് ഉത്തരവാദിത്വമുള്ളവനാണ്. മൂന്നാമത്തെ എന്റെ ജീവിതഘട്ടം, ഞാൻ എന്റെ ഉത്തരവാദിത്വങ്ങളെല്ലാം ശരിക്കും നിർവഹിച്ചിട്ടുണ്ടോ എന്ന ബേജാറ് കൊണ്ടാണ് ഞാൻ കരയുന്നത്. അത്രയേറെ മരണത്തിന്റെ സമയത്ത് വിഷമിച്ചിരുന്നൊരു സാഹചര്യം. ഞാൻ എന്നെ ഈ ദീൻ ഏൽപ്പിച്ച ചുമതലകൾ ഞാൻ പാലിച്ചിട്ടില്ലേ എന്ന് ബേജാറായ സഹാബിയാണ്. അദ്ദേഹം പറയുകയാണ്, അലൈക്കും ബിൽ ഖുർആൻ, നിങ്ങൾ എല്ലാവരും ഖുർആൻ പഠിക്കണം. ചില ആൾക്കാർക്ക് ഒരു ധാരണ ഉണ്ട്, കുട്ടികൾ പഠിക്കാനുള്ളതാണ്. അല്ല, ഇവിടെ നടക്കുന്ന നമ്മുടെ കടവത്തൂരും പരിസരത്ത് നടക്കുന്ന ഖുർആൻ ക്ലാസ്സിൽ ഇത്ര ആളുണ്ടാവാറില്ല. എന്താ കാരണം? അതൊക്കെ ആരെങ്കിലും വേണമെങ്കിൽ പഠിച്ചാൽ മതി എന്ന നമ്മുടെ തെറ്റായ വിദ്യയായ ധാരണ. അലൈക്കും ബിൽ ഖുർആനി, നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കണം. ഫതഅല്ലമൂ, അത് നന്നായി പഠിക്കണം. വഅല്ലമൂ അബ്നാക്കും, നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ ഈ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. HLS ക്ലാസുകൾ, ഖുർആൻ ക്ലാസുകൾക്ക് കുടുംബസമേതം കൊണ്ട് ഇരുത്തി കൊടുക്കണം. അല്ലിമൂ അബ്നാക്കും ഫഇന്നകും അൻഹു തുസ്അലൂൻ, നാളെ പരലോകത്ത് ഇതിനെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. ആ ഓതലുണ്ടോ? കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കലുണ്ടോ? ഉമ്മ ഖുർആൻ ഓതലുണ്ടോ? പെൺകുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? നാളെ പരലോകത്ത് നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടാൻ പോവാണ്. ഓതിയതിന്, ഓതിപ്പിച്ചതിന്, കേട്ടതിന് പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ്. ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ചിന്തിക്കാനുള്ള വലിയ ഉപദേശകനാണ് ഈ ഗ്രന്ഥം. വേറെ ആള് വന്ന് കൗൺസിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഖുർആൻ പറയുന്നത് നമ്മൾ കേട്ടാൽ, പഠിച്ചാൽ നമുക്ക് ധാരണകൾ ശരിപ്പെടുത്താൻ പറ്റും. സക്കീനത്ത് ലഭിക്കുന്ന ഖുർആൻ പഠിക്കുന്ന ഏതൊരു വ്യക്തി, നമ്മുടെ കുട്ടികൾക്ക് സ്കൂളിലെ വിഷയത്തിൽ മാർക്ക് കുറഞ്ഞാലും ഈ ഏറ്റവും അത്ഭുതകരമായ ഈ നല്ല മിടുക്കരായ 4 വിദ്യാർത്ഥികൾ, ബാക്കിയുള്ള പഠിതാക്കളും ഖുർആനിന്റെ കാര്യത്തിൽ അവർക്ക് പഠിക്കാൻ പ്രയാസം ഉണ്ടാവില്ല. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. സൂറത്തുൽ ഖമറിൽ 4 തവണ അല്ലാഹ് പറയാണ്, ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് ആരുണ്ട് ഇത് ആലോചിക്കുന്നവർ? ഖുർആൻ സമാധാനം നൽകും, സക്കീനത്ത്.
വൽ ഹിദായ നമുക്ക് സന്മാർഗം തരും, വറഹ്മ നമുക്ക് കാരുണ്യം തരും എന്നത് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുക. ഖുർആൻ സന്മാർഗം, സമാധാനം, കാരുണ്യം തരുന്ന ഗ്രന്ഥമാണ്. വഇന്നഹു ലഹുദൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തുൽ നംൽ പഠിപ്പിക്കുകയാണ് ഈ ഗ്രന്ഥം ഹുദയാണ്, മുഅ്മിനീങ്ങൾക്ക് കാരുണ്യമാണ്. ഞാൻ രക്ഷിതാക്കളോട് ആദ്യം തന്നെ ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ സന്നദ്ധരാണ്, ഓതാൻ ഒരുങ്ങണം, അതിനകത്തുള്ള നിയമങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങണം, ഖുർആൻ അറിയാത്ത ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇവിടുത്തെ മന്യമതസ്ഥരായ മനുഷ്യർക്ക് ഈ ഗ്രന്ഥത്തിന്റെ പോലിഷ് അറിയില്ല. അറിഞ്ഞവർ ഇതിൽ നിന്നൊരു സ്റ്റെപ്പ് പിറകോട്ട് പോകില്ല. ഇതിന്റെ ഹുദ, ഇതിന്റെ റഹ്മത്ത്, ഇതിന്റെ ബറക്കത്ത് അറിഞ്ഞാൽ ഒരാൾ ഒരു പടി സ്റ്റെപ്പ് പിന്നിക്ക് പോകില്ല. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. നമ്മുടെ ചെന്നൈയിൽ ഇടയ്ക്കൊരു ക്ലാസ്സിനൊക്കെ പോവാറുണ്ട്. ചെന്നൈ ടൗണിൽ അവിടെ ക്ലാസ്സിന് സ്ഥിരമായി പോകുന്ന ഉസ്താദുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ എന്നും പോവും. ആ ഞായറാഴ്ചകളിൽ ചെന്നിട്ട് അവിടെ ക്ലാസ്സിന് ചൊല്ലുമ്പോൾ അതിന്റെ ഒന്നാമത്തെ സഫിൽ ഒരു മനുഷ്യൻ വന്നിരിക്കും. കാലുകൾ തളർന്നിരിക്കുന്ന പോളിയോ ബാധിച്ച 52 വയസ്സുകാരൻ. അതൊക്കെ നടക്കാൻ കഴിയില്ല. ക്ലാസിന്റെ ഒന്നാമത്തെ സഫിലുണ്ടാവും. അയാള് വീൽ ചെയറിലെത്തും. അവിടുന്ന് ആളുകൾ പതുക്കെ പിടിച്ച് അദ്ദേഹത്തിനെ, എല്ലാവരും റെഡിയാണ്, അദ്ദേഹത്തെ കൊടുന്ന് ഇരുത്തും, എല്ലാം കേൾക്കും. ക്ലാസ് 9 മണിക്കാണ്. അത് കഴിഞ്ഞ് അടുത്ത ടൗണിലെ ക്ലാസ്സിൽ അദ്ദേഹം പങ്കെടുക്കും. അത് 11 മണിക്കാണ്. ഇവിടുന്ന് ചില ആൾക്കാർ ഉസ്താദിനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ആ കാറിൽ ഈ വീൽ ചെയറൊക്കെ റെഡിയാക്കിയിട്ട് 30 മൈൽ കയറിയിരിക്കും. ഇതവിടെ പോകും. പോളിയോ ബാധിച്ച് നമ്മളെ കൈ ഇങ്ങനെ ആടിക്കളിക്കണ പോലെ അദ്ദേഹത്തിന്റെ കാലിങ്ങനെ ഇരുന്ന് ആടും. കൈകൾ മാത്രമാണ് ചലിക്കുക. ഒരു ചെറിയ പെട്ടിപ്പേടി കെട്ടിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നിട്ട് ഖുർആനിന്റെ മധുരം ആസ്വദിക്കാൻ ആ മനുഷ്യൻ എത്തണോ? 11 മണിക്കത്തെ ക്ലാസ്സിൽ അദ്ദേഹം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടല്ലോ, മാസത്തിൽ ഒരിക്കൽ പോയിരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? അന്ന് ഞായറാഴ്ച 3ാമത്തെ ക്ലാസ് 2 മണിക്കാണ്. അവിടേക്കും ഇദ്ദേഹം എത്തിയിട്ടുണ്ടാവും. ലാസ്റ്റ് ക്ലാസ് അസറിന്റെ സമയത്ത് 4 മണിക്ക് ശേഷം ഒരു ക്ലാസ്, അതും കൂടെ കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് പോകുള്ളൂ. ഇനി അതുകൊണ്ട് എന്ത് മെച്ചുണ്ടായെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഈ ഖുർആനിക പഠനത്തിൽ ഭയങ്കര ഇഷ്ടം തോന്നി. ഒന്നുമല്ലാതെ ആരുമില്ല. വാപ്പയും ഉമ്മയും ഒരു തീപിടുത്തത്തിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച മനുഷ്യനാണ്. പറയാൻ ഒരു നാഥൻ പോലും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ ജീവിക്കും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും അയാളുടെ ആശ്വാസം ഈ ഖുർആനാണ്. ഒരു ദിവസം ഉസ്താദിനോട് വന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ നിങ്ങൾ മക്കയിലും മദീനയിലൊക്കെ ചരിത്രം പറയുമ്പോൾ അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് പോകാൻ കഴിയും. നമുക്ക് ശരിയാവും, ഇൻഷാ അല്ലാഹ് പടച്ചോണ്ട് തൗഫീഖ് ഉണ്ടാവും, നമുക്ക് ബേജാറാവണ്ടെന്നൊക്കെ. ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നറിഞ്ഞപ്പോ ഖുർആന്റെ ബറക്കത്ത് പറയാണ്. ആ ക്ലാസ്സിന് വരുന്ന ഒരു ഫാമിലി ഉംറക്ക് പോണ സമയത്ത് ഇദ്ദേഹത്തെ ഞങ്ങൾ കൊണ്ടുപോകാം. ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ച ഈ മനുഷ്യനെ എടുത്ത് ഫ്ലൈറ്റിൽ കയറ്റി മക്കയിൽ എത്തിച്ച് ഉംറ പൂർത്തിയാക്കി. ആഗ്രഹിച്ചത് പടച്ചോനെ നടത്തി കൊടുക്കാന്നറിയില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഉസ്താദിനോട് വന്നിട്ട് പറയാണ്, ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരെണ്ണം കൂടി ഉംറ എങ്ങനെങ്കിലും ചെയ്യാൻ വല്ല മാർഗമുണ്ടോ? അവിടെ ആയിഷ പള്ളി പോയിട്ട് ഇങ്ങനെ വരുന്ന സ്വഭാവം നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഉണ്ട്. അതിപ്പോ ഏതായാലും ശരിയല്ലല്ലോ. എന്നാൽ ഒരു ഉംറ കൂടി വേറൊരു മീഖാത്ത് പോയിട്ട് നമുക്ക് ചെയ്യാൻ വല്ല വഴിയുണ്ടോ? സാധ്യത കാണാനില്ല. എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പം നോക്കാം, മീഖാത്ത് കിട്ടുമ്പോൾ നോക്കാം. ഒന്നില്ലേ മദീനത്ത് നിന്ന് തിരിച്ചു വരണം, നമ്മൾ നേരെ എയർപോർട്ടിൽ നിന്നാണ് പോവുക ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തി. തൊട്ടടുത്ത ദിവസം വൈകുന്നേരം അവിടുത്തെ ഒരു സുഹൃത്ത് ഉസ്താദിനെ കാണാൻ വേണ്ടി വന്നു. ഞമ്മക്ക് രണ്ടാൾക്കും ഈ മക്കൊക്കെ ഒന്ന് കാണാൻ പോകല്ലേ, സ്ഥലങ്ങളൊക്കെ. ആയിക്കോട്ടെ നമുക്ക് പോകാം. അപ്പൊ ഇദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പോകണോ, ഞങ്ങൾ ഇങ്ങനെ സ്ഥലം കാണാൻ പോവുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കാറിൽ, വേറെ ആരും കൊണ്ടുപോകല്ലോ, അദ്ദേഹത്തെ എടുത്ത് കാറിൽ വെച്ചു. സ്ഥലമൊക്കെ ഇങ്ങനെ കാണാൻ പോയി. അവസാനം ഡ്രൈവർ പറഞ്ഞു, നമുക്ക് ത്വായിഫ് കൂടി ഒന്ന് പോയി കാണാം, മനോഹരമായ സ്ഥലമാണ്, ത്വായിഫ് കൂടി പോകാറുണ്ട്. ത്വായിഫക്ക് പോവാൻ നിങ്ങൾ നേരത്തെ പറയണ്ട, എന്നാ കുളിച്ച് നമുക്ക് മീഖാത്ത് കയറി നമുക്ക് ഒരു ഉംറ കൂടി ചെയ്യായിരുന്നു കേട്ടോ. അത് സാരല്ല, അവിടെ അതിനുള്ള തുണിയുണ്ട്, അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്, അവിടെ നിന്ന് നമുക്ക് ആ കാര്യം ശരിയാക്കാം. ഒരിക്കലും നടക്കൂല എന്ന് വിചാരിച്ചത് നടക്കുക. അദ്ദേഹം 2ാമത്തെ ഉംറക്ക് വേണ്ടി മീഖാത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തിന്റെ 2ാമത്തെ ഉംറ പൂർത്തിയാക്കി.
എല്ലാവരും മദീനത്ത് പോയി. മദീനത്ത് ആകെ നമ്മളെ ആൾക്കാരുടെ സ്വപ്നം എന്താ? ഷോപ്പിംഗ് ആണ്, ഷോപ്പിങ്ങിന് പോകാനാണ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കുറേ സാധനമൊക്കെ മേടിച്ച് ഓരോരുത്തരും ഓരോ സാധനം മേടിച്ച് ഇങ്ങനെ പോരുമ്പോ ഇയാൾ റൂമിലെത്തിയിട്ട് ഇസ്ലാമിനോട് എന്തല്ലേ അങ്ങാടിയിൽ ഇങ്ങനെ മുസല്ലിങ്ങനെ ഒതുക്കി വെച്ച് കാണുമ്പോ നല്ല രസം, ഒരു 4-5 കിട്ടിയാൽ തിരക്കടില്ല കേട്ടോ, നമുക്ക് കൊണ്ടുവരുന്നു. അങ്ങനെ വെറുതെ പറഞ്ഞാണ്. അന്ന് വൈകുന്നേരത്ത് നേരത്തെ യാത്രക്ക് കൊണ്ടുപോയ ആ സുഹൃത്ത് ഉസ്താദിനെ കാണാൻ വന്നിട്ട് നാട്ടിൽ പോകുമ്പോൾ ഇതിൽ കൊടുക്കാന്ന് വിചാരിച്ചിട്ടേ. അപ്പൊ 2 കേസ് കൊണ്ടാണ് വരുന്നത്. ഇയാളോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സംഭവം. പക്ഷെ അദ്ദേഹം 2 കേസും കൊണ്ട് വന്ന് റൂമിൽ മുട്ടിയിട്ട് ഈ ആദ്യം ഒരു പാക്കറ്റ് ഉസ്താദിന് കൊടുത്തു. അതിൽ 2 മുസല്ലിം, കുറച്ച് ഈത്തപ്പഴം, കുറച്ച് സൈത്തൂണൊക്കെ ഉണ്ട്. 2ാമത്തെ കേസ് ഈ പറഞ്ഞ യാത്രക്കാരനായി വികലാംഗനായ മനുഷ്യന്റെ കൈ കൊണ്ട് നിങ്ങൾ വെച്ചോളൂ. അതിലൊരു 4-5 മുസല്ലിയുണ്ട്, 2 കിലോ ഈത്തപ്പഴം ഉണ്ട്, കുറച്ച് പിസ്തൈ സാധനങ്ങളുണ്ട്, കുറച്ച് മിഠായി ഉണ്ട്. എന്താ ഖുർആനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്? ഇത് മുബാറക്കാണ്, ബറക്കത്തുള്ള ഗ്രന്ഥമാണ്. പ്രതീക്ഷിക്കാത്ത അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. ഏത് മനുഷ്യനും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു സ്ഥാപനത്തിനടുത്തൊരു ഖുർആൻ ക്ലാസ് ആരംഭിക്കാൻ തീരുമാനിച്ചു. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വെച്ചത് വിശുദ്ധ ഖുർആനിന്റെ അത്ഭുതകരമായ അനന്തര ഫലങ്ങളെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ആദരമായ സ്ഥാനം. ഒരു സ്ഥലത്ത് ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. അപ്പൊ സ്വാഭാവികമായും ആ നാട്ടിലെല്ലാവരും ക്ഷണിച്ചൊരു കത്ത് കൊടുത്ത് ഇങ്ങനെ ക്ഷണിച്ചപ്പോ അവിടെ ഓടിന്റെ കമ്പനി, ഞങ്ങളുടെ നാട്ടിൽ ചൂള എന്ന് പറയും, ഇവിടെ എന്താ പറയാ, ഓടിന്റെ ചൂള അല്ലെ, ആ പണിയുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ചൂളയിൽ പണിയെടുക്കുന്ന ഒരു നിരീശ്വര മെന്റാലിറ്റിയോടെ ജീവിക്കുന്ന മുസ്ലിം, അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. മതങ്ങളൊന്നും വേണ്ട, മതങ്ങളൊക്കെ മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിരുന്ന, പള്ളിയില്ല, നിസ്കാരമില്ല, ദീനില്ലാതെ പോയിരുന്നു. ഇയാൾക്ക് കൊടുത്ത് നിങ്ങൾ നാളെ വരണം, ഇവിടെ ഖുർആൻ ക്ലാസ് തുടങ്ങുന്നത് പള്ളിയിലൊന്നുമല്ല, പുറത്തൊരു ഹാളിലാണ്, നിങ്ങൾ എന്തായാലും വരി. വൈകുന്നേരം ജോലി കഴിഞ്ഞപ്പോ ഫോൺ വിളിച്ചിട്ട് ഒന്നുകൂടി നിങ്ങൾ എത്തൂലേ, ഇന്ന് വരൂലേ? അദ്ദേഹം വന്നു. ക്ലാസ് ഫുള്ള് കേട്ടു. അദ്ദേഹത്തിന് എന്തോ ചില മനം മാറ്റം, ഒന്നും മിണ്ടണില്ല. അടുത്ത ദിവസം ക്ലാസ്സിന്റെ സമയത്ത് വീണ്ടും അദ്ദേഹത്തെ ഫോൺ വിളിച്ചു. ആലോചിച്ചോക്കണം, നമ്മളെ പണിയാണിത്. ഒരു ദിവസം വിളിച്ചിട്ട് നിർത്തരുത്. അദ്ദേഹത്തെ വീണ്ടും വിളിച്ചു. നിങ്ങൾ വരില്ലേ? കഴിഞ്ഞ ആഴ്ച വന്ന സ്ഥലത്ത് തന്നെയാണ്, ഉസ്താദ് തന്നെയാണ്. ഞാൻ വരുന്നുണ്ട്. 3ാമത്തെ ആഴ്ച മുതൽ അദ്ദേഹത്തെ വിളിക്കേണ്ടി വന്നിട്ടില്ല. അദ്ദേഹം മുടങ്ങാതെ ക്ലാസ്സുകൾ എഴുതിയെടുക്കാൻ തുടങ്ങി. ആയത്ത് നമ്പർ നോട്ട് ചെയ്യാൻ തുടങ്ങി. ഉസ്താദ് പറയുന്ന ചരിത്ര സംഭവങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാൻ തുടങ്ങി. പതിയെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ ആരംഭിച്ചു. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഇന്ന് അദ്ദേഹം ഒരു പള്ളിയിലെ ഖതീബാണ്, ഒരു പള്ളിയിലെ ഇമാമാണ്. വെള്ളിയാഴ്ച ഒരു പള്ളിയിലെ ഖതീബാണ്. എന്താണ് കിട്ടിയത്? ഈ ഖുർആനിന്റെ ഹുദ, ഇതിന്റെ വെളിച്ചം. വശിഫാഉൽ ലിമാ ഫിസ്സുദൂർ, ഹൃദയത്തിനകത്തുള്ള എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ശിഫയാണ്, മരുന്നാണ്. ഓരോ സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ക്ലാസ് ആരംഭിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരോട് ഫീഡ്ബാക്ക് എഴുതാൻ പറഞ്ഞു, ക്ലാസ്സിനെ കുറിച്ചും അധ്യാപകനെ കുറിച്ചും. 42 ആളുണ്ടായിരുന്നു ക്ലാസ്സിൽ. എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതി വെച്ചു. ആ 42 ഫീഡ്ബാക്കുകളും വായിച്ച് കരഞ്ഞു. ഒരു ക്ലാസ്സിന് ഇത്ര സ്വാധീനം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ പോണ ക്ലാസ്സിൽ ആളുകളോട് ജസ്റ്റ് അഭിപ്രായങ്ങൾ ചോദിച്ചു. ഇതിലൊരു ഉമ്മ എഴുതുകയാണേ, ഈ ക്ലാസ്സിന് വരുന്നതിന് മുമ്പ് കരയാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നു. ഭർത്താവിന്റെ പീഡനങ്ങൾ, ഞങ്ങൾ 2 പേരുടെയും സംഘടനകൾ കാരണം കൊണ്ട് മക്കൾ നശിച്ച അവസ്ഥയിലേക്ക് എത്തി. ഉറങ്ങുന്ന തലയിണകൾ, ബെഡുകൾ കണ്ണീര് കൊണ്ട് നനയാൻ തുടങ്ങി. സമാധാനത്തിന്റെ തീരങ്ങൾ തേടി പല തെറ്റായ മാർഗങ്ങൾ ഞങ്ങൾ തെരഞ്ഞു. ഈ മനുഷ്യന്റെ ദുസ്വഭാവങ്ങൾ കാരണം കൊണ്ട് അവസാനം ഇങ്ങനെ ഒരു ക്ലാസ് നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോ ഒരു സമാധാനത്തിന് വേണ്ടി ആ സഹോദരി ഒരു ക്ലാസ്സിന് വന്നതാണ്. 2-3 ക്ലാസ്സുകൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ മാപ്പാക്കി തരണം. എനിക്ക് നിങ്ങളോട് ഇനി നിബന്ധനകളൊന്നും വെക്കാനില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഈ ക്ലാസ്സിനൊന്ന് പോരുമോ?
മാപ്പിളനെ വിളിച്ചു ഭർത്താവിനെ. ഭർത്താവും ഒരു നന്മക്ക് ചാൻസ് ആകുമെന്ന് വിചാരിച്ച് പെണ്ണിന്റെ മനംമാറ്റം കണ്ടപ്പോൾ അയാൾ കൂടെ വന്നു. സ്വാഭാവികമായും ഭാര്യയും ഭർത്താവും പോരുമ്പോ മക്കൾ വീട്ടിലായപ്പോ അടുത്ത ആഴ്ച മക്കളോട് പറഞ്ഞു, ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ഒരുപാട് സമയം വൈകും, അതുകൊണ്ട് മക്കൾ നിങ്ങൾ ഞങ്ങളെ കൂടെ പോരണം, നമുക്ക് എല്ലാവർക്കും അവിടെ പോയിരിക്കാം. ഒരു കൊല്ലം അവർ ആ ക്ലാസ് മുഴുവൻ സജീവമായി കേട്ട് കഴിഞ്ഞിട്ട് പറയാണ്, ഇപ്പോൾ ഞങ്ങൾ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന കുടുംബ പ്രശ്നം കൊണ്ട് ഇങ്ങനെ നെടുവീർപ്പിട്ട് കരഞ്ഞു തീർക്കുന്ന ജീവിതങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഖുർആനിൽ നിന്ന് അകന്നിട്ടുണ്ടാകുമെന്ന് എഴുതി വെച്ചോ. ഇസ്ലാം പറഞ്ഞ ദാമ്പത്യ ബന്ധം പാലിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കോ. ഇസ്ലാം പറഞ്ഞ ഭാര്യ ഭർത്താവ് എന്ന ബാധ്യത അവർ ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇസ്ലാം കാഴ്ചവെച്ച ഒരുപാട് ആശയങ്ങൾക്ക് പകരമായി ദീനിലില്ലാത്ത പുതിയ പുതിയ സംസ്കാരങ്ങൾ, ആചാരങ്ങൾ കടന്നു വന്നപ്പോ നമ്മുടെ നാട് മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ലിബറലിസത്തിന്റെ പുതിയ വരവ് ഈ മതവിശ്വാസികളായ മുസ്ലിമീങ്ങൾക്കിടയിൽ എത്ര ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കി, എന്തെല്ലാം പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കി. കല്യാണം വേണ്ട എന്ന ചിന്തയിലേക്ക് കുടുംബങ്ങൾ എപ്പോഴാണ് വന്നത്? നമ്മുടെ റോഡ് കൂടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡ് കൂടെ പോകുമ്പോ കുറെ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ റോട്ടിലേക്ക് ഇറങ്ങൂല എന്നാരെങ്കിലും പറയോ? ഇല്ല. റിസ്ക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. ഞാൻ ഇനി മുതൽ ഫ്ലൈറ്റിൽ പോകൂല. നമ്മൾ ഒരു യാത്ര ആവശ്യം വന്നാൽ നമ്മൾ പോകും. കുടുംബജീവിതത്തിൽ, വിവാഹ ജീവിതത്തിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. അതിന് ഇസ്ലാം വെച്ച പരിഹാരങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. കല്യാണം വേണ്ട എന്ന് പ്രഖ്യാപിക്കല്ല. കല്യാണം കഴിഞ്ഞവർ, വിവാഹം കഴിഞ്ഞവർ മക്കൾ വേണ്ടെന്ന് ചിന്തിക്കുന്ന കാലം ആരൊക്കെയോ പഠിപ്പിച്ചു. മക്കൾ ഒരു ബാധ്യതയാണ്. റഷ്യയൊക്കെ അത് കൊണ്ട് നടന്ന രാജ്യ ഇപ്പൊ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുക. സ്കൂളിലെ കുട്ടി പ്രസവിച്ച 1 ലക്ഷം കൊടുക്കാന്ന് പറയുന്നത്. സ്കൂളത്തെ കുട്ടി കല്യാണം കഴിയൊന്നും വേണ്ട, നിങ്ങൾ പ്രസവിച്ചിട്ടേ മതി. കുടുങ്ങിയിട്ട് മനുഷ്യന്മാരിലായിട്ട് ഭാര്യ ഭർത്താക്കന്മാരെന്ന നിലയ്ക്ക് 2 മക്കളുണ്ടെങ്കിൽ ഫ്ലാറ്റും അവരുടെ പഠനവും സൗജന്യം. ഓഫർ പ്രഖ്യാപിച്ചിരിക്കുക. കമ്പനിയിൽ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് ഉച്ചക്ക് 12 മണി മുതൽ 1:30 മണി വരെ ഇണചേരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുക. എന്തിന്? മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട്. രാജ്യത്ത് മക്കളില്ല. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ, നമ്മുടെ നാടുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറയിലെ വീടുകളിൽ കുട്ടികളില്ല. ആകെ പേരിന് 1-2 മക്കൾ. അവര് ഏതെങ്കിലും ജോലിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീട്ടിൽ പിന്നെ സംരക്ഷിക്കാനോ പറയാനോ ആളില്ലാത്ത അവസ്ഥ. ചില സമ്പന്നന്മാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് തലോലിക്കാൻ, ഉമ്മ കൊടുക്കാൻ ആളില്ല. അതുകൊണ്ടൊരു പൂച്ചനെ മേടിച്ചിരിക്കുക. എന്നിട്ട് ഈ പൂച്ചനെ ഇങ്ങനെ ബെഡ്റൂം കൊണ്ടുപോയിട്ടും എന്നിട്ട് അതിനെങ്ങനെ കുളിപ്പിക്കും, നല്ല തുണി കുപ്പായിട്ട് കൊടുക്കും. ആ സാധുവിന് ഒരു പേരക്കുട്ടി, ഒരു 2 കുട്ടികളെ വീട്ടിലുണ്ടായാൽ മതി. ചില നായനെയും കൊണ്ട് നടക്കുക. രാവിലെ ഇറങ്ങുന്ന മൂപ്പര് നായനെയും കൊണ്ട് ഇങ്ങനെ നടക്കും. അതിനെ മൂത്രയിപ്പിക്കും, കക്കൂസൊക്കെ വിട്ട് അപ്പിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് മൂപ്പര് വൈകുന്നേരം വീണ്ടും നായനെ പിടിച്ച് കയറ്റും. വൈകുന്നേരം ഭക്ഷണമൊക്കെ കൊടുക്കും. സൂപ്പ് എന്നിട്ട് മൂപ്പര് ഇതിന്റെ നല്ല പേരൊക്കെ ഇട്ട് കൊടുക്കും. സണ്ണിക്കുട്ടി, ഉണ്ണിക്കുട്ടി എന്നൊക്കെ പേരിട്ടിട്ട് നായൻ കൊണ്ട് നടക്കും. ഇതൊക്കെ എവിടുന്നാണ് ഈ കൾച്ചർ വരുന്നത്? ഇസ്ലാം പറയാണ്, നന്നായി പ്രസവിക്കുന്ന, നന്നായി സ്നേഹിക്കുന്ന പെണ്ണിനെ കല്യാണം കഴിക്കണം. ആ പെണ്ണിന്റെ ഉമ്മാനും വാപ്പാനും പരിശോധിച്ചാൽ മതി. അല്ലെങ്കിൽ ഉമ്മാനെ ചിന്തിച്ചാൽ മതി, ഉമ്മാക്ക് എത്ര കുട്ടികളുണ്ടോ നോക്കുക. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഈ പെണ്ണ് എത്ര പ്രസവിക്കും എന്നുള്ള ധാരണ ഉണ്ടാവും. ഞാൻ പറഞ്ഞത്, ഏത് മോശപ്പെട്ട സംസ്കാരങ്ങൾ ഇവിടെ വന്നോ ഖുർആനിന്റെ വിപരീതമായി അവർ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ മക്കൾക്കിടയിലെ പെൺ വസ്ത്രങ്ങൾ ധരിച്ചു നടക്കുന്ന മക്കൾ നമുക്ക് ആർക്കെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? നായ കടിച്ചു കീറിയ മാതിരി കുറെ കീറിയ പാൻറ് ഇട്ടിട്ടാണ് നമ്മളെ കുട്ടികൾ സ്കൂളിൽ പോണത്. സാധുവിനെ കണ്ടാ വിചാരിക്കും എവിടെന്നെങ്കിലും നല്ലൊരു പാൻറ് മേടിച്ചു കൊടുത്താലോ എന്ന് വിചാരിക്കും. നല്ല പൈസക്കാരന്റെ മോനാണ്. ഒരു കീറിയ പാൻറ് കൊണ്ട് നടക്കുക. പെൺകുട്ടികളൊക്കെ ആലോചിക്കും, നിങ്ങൾ പേരിനൊരു മുഖമക്കനുണ്ട്, പിന്നെ നല്ല ടീഷർട്ടും ജീൻസും നടക്കുക. നല്ല ക്ലോത്ത്, നല്ല ശരിക്ക് ശരീരം ഇങ്ങനെ കാണിക്കാൻ പറ്റുന്ന അങ്ങനത്തെ ക്ലോത്തുകൾ ധരിച്ച് ആർക്കും ഉമ്മാക്ക് പരാതിയില്ല, വാപ്പാക്ക് പരാതിയില്ല, മഹല്ലേക്ക് പരാതിയില്ല. ഉസ്താദ് നിങ്ങൾക്ക് മാത്രം എന്തൊരു പരാതി? നിങ്ങൾ അള്ളാന്റെ ഖുർആൻ പഠിച്ചു നോക്കിയും. നിങ്ങൾ ജാഹിലിയത്തിലെ പെണ്ണിനെ പോലെ അഴിഞ്ഞാടരുത്. ഖുർആന്റെ പ്രയോഗം, വലാ തബറജ്ന
തബറജൽ ജാഹിലിയത്തുൽ ഊലാ, പണ്ടത്തെ ജാഹിലിയത്തിലെ പെണ്ണിനെ പോലെ കുത്തഴിഞ്ഞ് നിങ്ങൾ ജീവിക്കല്ലേ. ഇതൊക്കെ എവിടുന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? ഈ പാഠങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലഹരിയുടെ വിവിധങ്ങളായ തലങ്ങൾ കടന്നു വന്നത് എപ്പോഴാ? എല്ലാ ലഹരി സാധനങ്ങളും ഹറാമാണെന്ന പ്രവാചക വചനത്തെ കുറിച്ച് ചിന്തിക്കാത്ത ഒരു കൗമ്, ഏറെ സമ്പത്ത് കൊണ്ടും ഒരുപാട് അനുഗ്രഹം കൊണ്ടും ഒരുപാട് നിലക്ക് പടച്ച റബ്ബിനോട് നന്ദി കാണിക്കേണ്ടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ആലോചിച്ച് നോക്കിങ്ങള്, ഇവിടുത്തെ വീടുകൾ, ഇവിടുത്തെ പള്ളികൾ, ഇവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ. എന്നാൽ അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് പടച്ച റബ്ബിനെതിരായി വഴിവിട്ട ജീവിതത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന ഹുദയാകുന്ന ശിഫയാകുന്ന ഈ ഗ്രന്ഥത്തിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ അറിഞ്ഞോ നാശമാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഈ വിശുദ്ധ ഖുർആൻ അവനെ നേരായ ശരിയായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ്. ഒരു കുട്ടി ഈ ഗ്രന്ഥം പഠിക്കുന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് 70,000 അക്ഷരങ്ങൾ അവൻ ഇതിന്ന് പഠിക്കണം. നമ്മൾ 114 സൂറത്ത് എന്നല്ലേ ചിന്തിക്കുക, അക്ഷരങ്ങൾ എത്രയുണ്ട്? ഈ ഗ്രന്ഥം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഇത്ര 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഒരു പൊട്ടലും ചീറ്റലും ഇല്ലാതെ ഇങ്ങനെ കൃത്യമായിട്ട് പോണത് എങ്ങനെയാ? ഈ ഗ്രന്ഥം അള്ളാഹ് സംരക്ഷിക്കുമെന്ന് ഗ്യാരണ്ടി പറഞ്ഞതാണ്. അത് സംരക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്തെന്നറിയോ? ഏറ്റവും ഉന്നതനായ അള്ളാഹുവിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുത്തത്. ആർക്കെങ്കിലും അല്ല കൊടുത്തത്. ഏറ്റവും ആദരണീയനായ 600 ചിറകുള്ള ആലാക ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊടുത്തത്, മലക്കുകളുടെ നേതാവിന്. അവിടുന്ന് ആ വഹിയെ പിന്നീട് കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത്. ആ റസൂൽ 23 കൊല്ലം കൊണ്ട് ആദ്യം കൊടുത്തത് ഖൈറുൻ നാസി ഖർനി, എന്റെ നൂറ്റാണ്ടിലെ എന്റെ ഖൗമിലെ ഏറ്റവും ഉത്തമമായ തലമുറ നിങ്ങളാണ് എന്ന് പറഞ്ഞൊരു ഖൗമിനാണ് കൊടുപ്പിച്ചത്. അതിങ്ങനെ കൈമാറി കൈമാറി വന്ന് ഇന്ന് നമ്മുടെ കൈകളിലും ഈ ഗ്രന്ഥമുണ്ടെങ്കിൽ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അതിനെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചെന്തറിയോ? ആ ഖുർആൻ അങ്ങനെ ഉണ്ടാകും അത്ര നമ്മൾ വിചാരിച്ച അല്ല. അതിന്റെ പാരായണം പോലും സംരക്ഷിക്കപ്പെടണം. ഞാൻ ഇവിടെയുള്ള അധ്യാപകരോട്, ഇതിന്റെ കമ്മിറ്റിയോട്, ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോടൊക്കെ പറയാ, അതിന്റെ പാരായണം വരെ സശബ്ദം തെറ്റുകൂടാതെ തെറ്റ് സംഭവിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കണം. എത്രയോ ഹാഫിദീങ്ങളുണ്ട്, ഒരു പള്ളിയിൽ ഇമാമത്ത് നിർത്താൻ പറ്റൂല. എന്തോ ഓതി പഠിച്ചു പോന്നിക്കണം. നമ്മുടെ കേരളത്തിലെ 100 കണക്കിന് സ്ഥാപനങ്ങൾ സന്ദർശിച്ച ഒരു പണ്ഡിതൻ ബീഹാർ, ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റിൽ പോയി, റഷ്യയിൽ പോയി, ആഫ്രിക്കയിൽ പോയി. അദ്ദേഹം പറയാൻ വന്നിട്ട്, ഈ പോണ പോക്കാണ് ഖുർആൻ പഠിപ്പിക്കണതെങ്കിൽ പഠിപ്പിക്കാതിരിക്കലാവും നന്നാവുക. ഹാഫിദീങ്ങളായ മക്കളായിട്ട് പള്ളിയിൽ നിസ്കാരത്തിന് പോലും വരാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെന്തിനാണിത്? ഹാഫിദായിട്ട് ഒരു ചെറിയ കുട്ടിക്കൊരു സൂറത്ത് പോലും പറഞ്ഞു കൊടുക്കാത്ത ഒരു സർട്ടിഫൈഡ് സമ്മാന ജേതാവല്ല നമ്മുടെ നാട്ടിൽ ആവശ്യം. അള്ളാഹു ഈ കലാമിന്റെ വാക്കുകൾ, അതിന്റെ ഉച്ചാരണം വരെ സംരക്ഷിച്ചു. അപ്പൊ നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾക്ക് അതിന്റെ സ്ഥാനമുണ്ട്. റബ്ബുക വൽ മലകു സഫൻ സഫാ, റബ്ബും മലക്കുകളും സഫ് സഫായിട്ട് വരുന്നാണ്. ജാ എന്നതിന് പകരം ഒരാള് ജാ നോദിയാൽ അള്ളാഹ്ക്കും മലക്കുകൾക്കും വിശന്നു എന്നാണ് പറയുന്നത്. ചെറിയ പ്രശ്നമല്ല വരുന്നത്. തെറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റഷ്യക്കാരൻ വിശുദ്ധ ഖുർആൻ ഓതുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഓൾക്ക് ഹല്ല, ഓൾക്ക് ഫുള്ള് ഖാ ആണ്. ആഫ്രിക്കക്കാരൻ ബിസ്മി ഓത്, ഓന്റെ നാട്ടിലത്തെ ഓത്തോതാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം,
അവർക്ക് ഹാല്ല ഗാ ഉള്ളൂ. അപ്പോൾ അയാൾ ഫുൾ അങ്ങനെ അത് പറ്റൂല. ഖുർആൻ എങ്ങനെ ഓതേണ്ടത് നമുക്ക് അവതരിപ്പിച്ചു തന്ന ശൈലിയിൽ നമ്മൾ ഓതണം. ഇൻഷാ അല്ലാഹ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന പ്രത്യേകിച്ചും ഹാഫിദീങ്ങൾക്കുള്ള ചില മെസ്സേജുകൾ വളരെ പ്രധാനത്തോടെ കൊടുക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിലേക്ക് എല്ലാവരും കടന്നു വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു സദസ്സിന്റെ എല്ലാ നന്മയും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.